നമസ്കാരം. ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒരു ഗംഭീര വിജയം നേടിയ ഒരു ദിവസത്തിലാണെന്ന്. സിംബാബ്വേയുടെയുള്ള ഒരു മത്സരം ഒരു കടമ്പയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ആ മത്സരം 72 റൺസിന് ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. കൂടെ ഇന്ന് അനൂപ് ഷൺമുഖമുണ്ട്, അതോടൊപ്പം ഹാരിസ് നെന്മാറ. അനുപേട്ട, ഇന്നത്തെ ഇന്ത്യയുടെ ഒരു മത്സരം അത് വലിയൊരു കടമ്പയായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അതൊരു ഈസി ആയിട്ട് ഇന്ത്യയുടെ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കൂളായിട്ട് കളിച്ചുകൊണ്ട് ഇന്ത്യ ഒരു മത്സരം വിജയിച്ചിരിക്കുന്നു. എന്താണ് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച്? ഇത് നമ്മൾ ആഗ്രഹിച്ച ഇന്ത്യ അതാണ്. എന്താണോ അത് ഇന്ന് ചെപ്പോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് സന്തോഷത്തോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ത് പ്ലാൻ ചെയ്തിറങ്ങിയോ അതെല്ലാം ഫലവത്തായി. കാര്യങ്ങളെല്ലാം ഇന്ത്യ ആഗ്രഹിച്ച വഴിയേ വന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ കളിച്ചു എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം ഇനി കളിക്കാൻ പോകുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ IPL അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. അതായത് 24 റൺസിൻ്റെ ഒരു മികച്ച ഇമ്പാക്റ്റോട് കൂടിയാണ്. നമ്മൾ സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ സഞ്ജു സാംസൻ്റെയാണ്. പക്ഷേ ആ 24 റൺസ് എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യ ഇന്ന് നേടിയിട്ടുള്ള 256 റൺസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇമ്പാക്റ്റ്ഫുൾ ഇന്നിങ്സ് എന്ന് തന്നെ അതിന് പറയേണ്ടിയിരിക്കുന്നു. അവിടുന്ന് തുടക്കം കുറിക്കുന്ന ഒരു ഇന്നിങ്സ് എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ T20 ചരിത്രത്തിലെ, ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടത്തിലേക്കാണ്. ഇതെല്ലാം പിറക്കുന്നത് ഒരു ഡൂ ഓർ ഡൈ മത്സരത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇന്ത്യ ഇന്ന് തോറ്റിരുന്നുവെങ്കിൽ ഇതോടുകൂടി അവസാനിക്കുകയാണ് ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷ. നിലവിലെ ചാമ്പ്യന്മാർ സെമി പോലും കാണാതെ പുറത്താകുന്നതിൻ്റെ ഘട്ടത്തിൽ ആ വക്കിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് പഴികേട്ട ഒരു കാര്യം. ഇന്നത്തെ ടോസ് സമയത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കളിയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് എന്നാണ്. അത് വാസ്തവം തന്നെയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടീം അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു, കുറേയേറെ പാഠങ്ങൾ പഠിച്ചു. സഞ്ജു സാംസണെ പരിഹസിച്ചതിന് അതുകൂടി ആണ് അദ്ദേഹം പാഠം ഉൾക്കൊണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ സഞ്ജുവിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഡിയം പൊട്ടിത്തെറിച്ച കാഴ്ച നമ്മൾ കണ്ടു. സഞ്ജുവിന് കേരളത്തിൽ മാത്രമല്ല ചെപ്പോക്കിൽ എത്ര ആരാധകരുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായൊരു സംഭവമാണത്. അത് ആസ്വദിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് പോലും ആ നിമിഷത്തിൽ. ക്യാപ്റ്റൻ്റെ പ്രതീക്ഷകൾ സഞ്ജു കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ നോക്കുകയാണെങ്കിൽ 14 പന്തിൽ 24 റൺസ് എടുക്കുന്ന സഞ്ജു, അതിനുശേഷം അതോടൊപ്പം തന്നെ സഞ്ജു ആ ഭാഗത്തോട് വന്നതോടുകൂടി താളം വീണ്ടെടുക്കുന്ന അഭിഷേക് ശർമ്മ എന്ന താരം, അദ്ദേഹം 50 റൺസിലേക്ക് എത്തുന്നു. പിന്നെ വരുന്നവരെല്ലാവരും 6 ബാറ്റ്സ്മാൻമാർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. 6 പേരും 10ലേറെ പന്തുകൾ കളിക്കുന്നു. അവരുടെ 13 മുതൽ 30 വരെ പന്തുകൾ നീണ്ട ഇന്നിങ്സിലാണ് ഈ 6 ബാറ്റ്സ്മാൻമാരും കളിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അവരുടെ സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കിയാൽ അത് 160 മുതൽ 275 വരെ വരുന്ന സ്ട്രൈക്ക് റേറ്റാണ് ഈ കളിയിൽ ഈ ഓരോ താരങ്ങൾക്ക്. അതിൽ 160 സഞ്ജുവിൻ്റെ പേരിലാണെങ്കിൽ 275 44 റൺസ് എടുത്ത 16 പന്തിൽ 44 റൺസ് എടുത്ത തിലക് വർമ്മയുടെ ഇന്നിങ്സാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. അത്രമാത്രം ഇമ്പാക്റ്റോടു കൂടിയാണ് ഈ ടീം കളിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഈ വലിയ സ്കോറിൻ്റെ ഒരു സമ്മർദ്ദം എതിർ ബാറ്റ്സ്മാൻമാർക്കുണ്ടാകുന്നു. അത്രയും ഫ്രീ ആയി ഇന്ത്യൻ ബൗളർമാർക്ക് കളിക്കാൻ കഴിയുന്നു. എന്തായാലും ആശിച്ച പോലൊരു വിജയം. പക്ഷേ കുറച്ചുകൂടി ഒരു മികച്ച റൺ റേറ്റിൽ വ്യത്യാസത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. അത് ആകെ പാളിപ്പോയ ഒരു ഘടകമെന്ന് പറയുന്നത് ശിവൻ ദുബൈക്ക് കൊടുത്ത 2 ഓവറുകളാണ്. അദ്ദേഹം വഴങ്ങിയിട്ടുള്ള 46 റൺസ് നമുക്ക് ഒരു തിരിച്ചടിയായ റൺ റേറ്റിലുണ്ട്. പക്ഷേ ഇപ്പോഴും റൺ റേറ്റിൽ ഇന്ത്യ സുരക്ഷിതരല്ല. ഇപ്പോഴും നെഗറ്റീവ് ബാർ മാറിയിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി കൊൽക്കത്തയിൽ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാർട്ടർ ഫൈനലാണ്. ഇന്ത്യയെ സംബന്ധിച്ചും വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചും സെമിയിലേക്ക് ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പിൽ നിന്ന് മുന്നേറിയിരിക്കുന്നതും സിംബാബ്വെ പുറത്തായിരിക്കുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇന്നത്തെ മത്സരം സൂചിപ്പിക്കുന്നൊരു കാര്യം എന്തെന്നാൽ ഇന്ത്യക്ക് അനായാസം മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ്. എന്തായാലും നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ഹാരിസിനോട് അങ്ങനെ ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ വിലയിരുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ കംപ്ലീറ്റ് ഒരു പരാജയപ്പെട്ട ഒരു കളിയായിരുന്നു ശരിക്കും ദക്ഷിണാഫ്രിക്കയുടെ എന്ന് പറയുന്നത്, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും. പക്ഷേ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബൗളിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് അർഷ്ദീപിന് ഒരു 3 വിക്കറ്റുള്ള ഒരു നേട്ടം, അക്സർ പട്ടേൽ തിരിച്ചു വരുന്നു. അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ കോമ്പിനേഷനിലാണല്ലോ ശരിക്കും യഥാർത്ഥത്തിൽ ഇറ്റ്സ് നോട്ട് എബൌട്ട് ഫോം, ഇറ്റ്സ് അബൌട്ട് കോമ്പിനേഷൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾ അവിടെയാണ് കടന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ സിക്കന്ദർ റാസി ആയിരിക്കാം ചിലപ്പോൾ സിംബാബ്വെയെ കരുതി വെച്ചിട്ടുണ്ടാവുക നമുക്ക്. കാരണം അങ്ങനെയാണല്ലോ ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ ഓപ്പണിങ്ങിൽ ഓഫ് സ്പിന്നർമാരെ കൊണ്ട് ഇന്ത്യയെ കുരുക്കി വീഴ്ത്തുക എന്നത് ചെറിയ ടീമുകൾ പോലും പയറ്റിയിരുന്ന ഒരു തന്ത്രമാണ്. സിക്കന്ദർ റാസിയെ കരുതി വെക്കുന്നു. ബെന്നറ്റ് ഇന്ന് ബോൾ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കോമ്പിനേഷനെക്കുറിച്ച് ഇതേ സൂര്യകുമാർ യാദവിൻ്റെ വായിൽ നിന്നാണ്
തിലക് വർമ്മക്ക് പകരമോ അഭിഷേക് ശർമ്മക്ക് പകരമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് തന്നെയാണ് സഞ്ജു സാംസൺ വരുന്നു റിങ്കു സിംഗിന് പകരം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളെ കോമ്പിനേഷൻ മാറ്റുന്നു. മറ്റൊന്ന് വിക്കറ്റ് കീപ്പിങ്ങിൽ നമ്മൾ ഇന്ന് സഞ്ജു സാംസണെയാണ് കാണുന്നത്. അതായത് ഇതൊരു പ്രഖ്യാപനമാണ്, ഇനി ഇതാണ് വിന്നിംഗ് കോമ്പിനേഷൻ എന്നത്. ഈ മത്സരത്തിന് ശേഷം ഹർഷ ബോഗിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, സഞ്ജു സാംസനെ നിങ്ങൾ വിക്കറ്റ് കീപ്പിങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഇന്ത്യയുടെ വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം അവസാനം എടുത്ത ആ ക്യാച്ചിലൊക്കെ നമുക്ക് ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഷാൻ കിഷനെ കുറിച്ച് നമ്മൾ അദ്ദേഹം ബാറ്റിങ്ങിൽ ഭയങ്കര ഫോമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തും അദ്ദേഹം കീപ്പിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പിഴവുകളെക്കുറിച്ച് വല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണല്ലോ. ഈ ടൂർണമെൻറ്റിലേക്ക് വന്നാൽ ആദ്യ ഓവറിൽ നമുക്ക് വിക്കറ്റ് നഷ്ടപ്പെടാത്ത വളരെ അപൂർവം കളികൾ എന്നോ അല്ലെങ്കിൽ 2 മത്സരങ്ങൾ സഞ്ജു സാംസൺ ഓപ്പണറായി വന്ന 2 മത്സരങ്ങളിലെ നമ്മൾ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് 2 അക്കം കടന്നിട്ടുള്ളൂ. ഈ ടൂർണമെൻറ്റിലെ 25 ആയിരുന്നു, ഇന്ന് 48 റൺസ്. അതെ, ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വന്നത് ഈ ടൂർണമെൻറ്റിലാണ്. സഞ്ജു നേരത്തെ അനൂഷ് ഷൺമുഖം പറഞ്ഞത് റിയാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ സഞ്ജുവിൻ്റെ സ്കോർ കാർഡ് കാണുന്ന സമയത്ത് നമുക്കിതൊരു ഭീകര സ്കോറായി തോന്നിയേക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹം ഔട്ടായി മടങ്ങുന്ന സമയത്ത് ഡഗൗട്ടിൽ ചെന്ന് ഗൗതം ഗംഭീർ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്, കൈമുട്ടുന്നതാണ് കാണുന്നത്. അതായത് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമീബിക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം പെട്ടെന്ന് മടങ്ങുന്ന സമയത്തും ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് ആദ്യം ഗൗതം ഗംഭീർ അഭിനന്ദിച്ചത് സഞ്ജു സാംസനെയാണ്. ഇതാണ് നമ്മുടെ T20 ടീം ആവശ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നേരിട്ട് 2ാം ബോൾ അദ്ദേഹം ഗാലറിയിൽ എത്തിക്കുന്നു. ഇതൊരു സൂചനയാണ്. അഭിഷേക് ശർമ്മക്ക് അവിടെ സമയം കൊടുക്കുന്നു. 3ാം ഓവർ ആകുമ്പോഴേക്കും നമ്മൾ 50ലേക്ക് എത്തുന്നു. ഒരു 4 റൺസ് അകലെ 46 ഓടൻ റൺസ് അദ്ദേഹം പുറത്താകുന്നു. പവർ പ്ലേ കഴിയുന്ന സമയത്ത് നമ്മൾ 80 കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ നമ്മൾ 2 തവണയെ പവർ പ്ലേയിൽ 80 കടന്നിട്ടുള്ളൂ. 2 മത്സരങ്ങളിൽ 50-ൽ താഴെ. USA-ക്കെതിരെ നമ്മൾ 50-ൽ താഴെയാണ് പവർ പ്ലേയിൽ സ്കോർ ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 30 റൺസാണ് നമ്മളാകെ പവർ പ്ലേയിൽ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായി സംതൃപ്തി തരുന്ന ഒരു മത്സരം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഒരു മൊമെൻറ്റിൽ തിലക് വർമ്മയെ നമ്മൾ താഴേക്ക് മാറ്റുന്നുണ്ടല്ലോ. തിലക് വർമ്മ ഇപ്പോൾ ഇന്ന് സ്പോർട്സ് റിപ്പോർട്ടർ ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ജയേഷ് പൂക്കോട്ടൂരിൻ്റെ എക്സ്ക്ലൂസീവ് ചില വിഷ്വൽസ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ നെറ്റ്സിൽ തിലക് വർമ്മ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം അദ്ദേഹത്തിന് പന്ത് നേരിടാൻ കഴിയാതെ സ്റ്റമ്പൊക്കെ അടിച്ചു ചേർക്കുന്നു. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള മനുഷ്യൻ തിലക് വർമ്മയാണ്. അതെ, അദ്ദേഹം കണക്ട് ആവുന്നു എന്നുള്ളതാണ്. അതായത് ബാറ്റ് ചെയ്ത എല്ലാ മനുഷ്യന്മാരും 150-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുക, 2 50 പാർട്ട്ണർഷിപ്പ്, ഒരു 48 റൺസ് പാർട്ട്ണർഷിപ്പ്, ഒരു 30 പാർട്ട്ണർഷിപ്പ്, 250 എല്ലാവരും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്നു. അപ്പോൾ ഇതിൽ ഈ സൂര്യകുമാർ യാദവ് 1 ഡൗൺ പൊസിഷനിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നുകൊണ്ടിരുന്നിരുന്നല്ലോ. ഇഷാൻ കിഷനാണ് 1 ഡൗൺ പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും 2 ലെഫ്റ്റീസ് ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സിക്കന്ദർ റസ അദ്ദേഹത്തിൻ്റെ ഓഫ് സ്പിൻ ഓപ്ഷനുകളെ കൊണ്ടുവരികയാണ്. സിക്കന്ദർ റസയും ബെന്നറ്റും ചേർന്നാണ് അടുത്ത ഓവറുകൾ ഇങ്ങനെ എറിയും. അതായത് പവർ പ്ലേ കഴിഞ്ഞ ശേഷമുള്ള 2 ഓവറുകളും ചെയ്തേക്കുന്ന ഓഫ് സ്പിന്നേഴ്സാണ്. 2 4 ഓവർ തുടർച്ചയായിട്ട്. ആ 2 ഓവറിൽ ആകെ പോയിട്ടുള്ളത് 10 റൺസ് മാത്രമാണ്. 7ാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി ഇല്ല, 8ാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി ഇല്ല, 9ാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി, 10ാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി, 11ാമത്തെ ഓവറിൽ ഇഷാൻ കിഷൻ നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് പോകുന്നത്. അതിനു മുമ്പ് അവർ ക്യാച്ച് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അവർ കുറേ ഫീൽഡിൽ കുറേ മിസ്സുകൾ സിംബാബ്വെ വരുത്തുന്നുണ്ട്. അതായത് സിംബാബ്വെ 5ഓളം ക്യാച്ചുകളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് സൂപ്പർ 8ലേക്ക് കടന്നു വരുന്നത്. അതിന് മുമ്പുള്ള മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാച്ച് മാത്രമാണ് അവർ കാരണം ഫീൽഡിൽ അവർ പറ്റ പോകുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്നു താരങ്ങൾ എന്നുള്ളത്. അത് നമുക്ക് എവിടെയാണ് വ്യക്തമാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫീൽഡിലാണ് താരങ്ങൾ ആത്മവിശ്വാസത്തിലാണ്, ഹാപ്പിയാണ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണെങ്കിൽ നമുക്കത് ഫീൽഡിൽ കാണാൻ പറ്റും. ഇന്ന് ബൗണ്ടറി ലൈനിൽ ബൗണ്ടറി സേവ് ചെയ്യാൻ കാണിക്കുന്ന ശ്രമങ്ങൾ, ക്യാച്ച് എടുക്കാൻ കാണിക്കുന്ന അറ്റംപ്റ്റ്സുകൾ, അതോടൊപ്പം തന്നെ ക്യാച്ച് എടുക്കുമ്പോഴുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ, 2 താരങ്ങൾ ഓടി വരികയാണെങ്കിൽ ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ദക്ഷിണാഫ്രിക്ക താരങ്ങൾ കൂട്ടിയിടിച്ച് വീഴുന്ന കാഴ്ചയായിരുന്നു. അത്തരത്തിലുള്ള ഒരു പിഴവ് പോലും ഇന്ന് ഫീൽഡിലടക്കം താരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര നഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് ഫീൽഡിൽ ആകെ കൂടി നമ്മൾ പോസിറ്റീവ് വൈബാണ് കണ്ടിട്ടുള്ളത്. സിക്കന്ദർ റാസ് എന്ന് മത്സരത്തിന് ശേഷം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മത്സരത്തിന് ശേഷം പറയുന്നുണ്ട് ഈ ഫീൽഡിങ്ങിൽ അവർക്ക് വന്ന പിഴവുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് വലിയൊരു ഘടകം തന്നെയാണ്. ഇന്ന് അവരുടെ ഒരു പരാജയത്തിന് ഇന്ന് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ക്യാച്ച് മിസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വഴിത്തിരിവാണ്. കാരണം സൂര്യ 8 പന്തിൽ പിന്നീട് 25 റൺസ് അടിച്ചു കൂട്ടുന്നുണ്ട്. 13 പന്തിൽ അദ്ദേഹം 33 റൺസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ അവിടെ ഒരു ബ്രേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി സ്കോറിങ് സ്ലോ ഡൗൺ ആവുമായിരുന്നു. പക്ഷേ അതുണ്ടാവുന്നില്ല. അതായത് ഇന്ന് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ 2 കാര്യം എന്ന് പറഞ്ഞാൽ മികച്ച പാർട്ണർഷിപ്പുകൾ. നേരത്തെ ഹാരിസ് സൂചിപ്പിച്ച കാര്യം കൃത്യമാണ്. അതായത് വന്ന കോമ്പോസ് എല്ലാം ഇന്ന് അത് മാത്രമല്ല ബാറ്റിംഗ് ഓർഡർ കൂടി ഫിക്സ് ആയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കളിയോടുകൂടി. ഓപ്പണിംഗ് മാത്രമല്ല, ഹാർദിക്കും
തിലകും ഏതാണ്ട് ശിവം ദുബൈയും കൂടി താഴേക്ക് വരുന്നത് കൂടി എന്നിട്ട് ഫിനിഷിംഗ് ലൈൻ കൂടിയാണ് സ്ട്രെങ്ത് ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പിന്നെ ഇന്ന് ഇന്ത്യ ക്യാപ്റ്റൻ എടുത്ത കുറച്ച് തീരുമാനങ്ങൾ പോസിറ്റീവ് ആകുന്നു എന്നുള്ള തോന്നൽ കൂടിയുണ്ട്. കാരണം ബൗളിങ്ങിലേക്ക് വരുമ്പോൾ അർഷദീപിനൊപ്പം അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. അദ്ദേഹം സ്വിങ്ങിങ് കഴിവുള്ള ബൗളറാണ്. അത് ന്യൂ ബോൾ എടുക്കാനും എനിക്ക് പന്തിനെ മോഹിക്കാനും കഴിയുന്ന ഒരു താരമാണ്. അത് ഞാൻ ആസ്വദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഹാർദിക് പാണ്ഡ്യ മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം 3 ഓവർ കൊടുത്തിട്ടുള്ളത് 21 റൺസ് മാത്രമാണ്. 7 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ജസ്പ്രീത് ബുംറ അത് തന്നെയാണ് വിട്ടുകൊടുത്തിട്ട് 3 ഓവറിൽ 21 റൺസ് മാത്രം. അപ്പോൾ ഒരു പ്രൊമോഷൻ, ബുംറയുടെ സ്ഥാനത്തേക്ക് വരുന്ന ഒരു പ്രൊമോഷൻ ഹാർദിക് പാണ്ഡ്യ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കളി എന്ന് പറയുന്നത്. പ്രഷർ സിറ്റുവേഷനിൽ ഇന്ത്യ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യമാണ്. ഇനിയിപ്പോൾ വെസ്റ്റ് ഇൻഡീസാണ്, ഈഡൻ ഗാർഡൻസിലാണ്. വെസ്റ്റ് ഇൻഡീസ് ഒരു വെല്ലുവിളി ആകുമോ എന്ന് ചോദിച്ചാൽ ആയേക്കാം. പക്ഷേ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു നമ്മുടെ എതിരാളികളെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഈ ഒരു കളി കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാകുമായിരുന്നില്ല. പക്ഷേ അടുത്ത കളി എന്തായാലും ഇതിൻ്റെ പുറത്ത് കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് വെസ്റ്റ് ഇൻഡീസിന് മുകളിൽ ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന കാര്യം യാതൊരു സംശയവും. എന്നാലും ഇന്ത്യക്ക് ഇനിയിപ്പോൾ വേറൊരു ടീമിനെ ഇനി പരീക്ഷിച്ച് നോക്കണ്ടോ, ഇനി ഒന്ന് കളിപ്പിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമായി അവിടെ മാത്രമാണ് ഇന്ത്യക്ക് പിഴവ് പറ്റിയിട്ടുള്ളതെന്നാണ്. ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്താൻ ഒരു ടൂർണമെൻറ്റിൽ ഒരു ടീം എത്രമാത്രം സഞ്ചരിക്കണം, കൂടി വന്നാൽ 2 മത്സരം അല്ലെങ്കിൽ 3 മത്സരം വരെ പോകാം. ഇന്ത്യക്ക് ഒരു വിന്നിംഗ് കോമ്പിനേഷനെ കണ്ടെത്താൻ 6 മത്സരം വേണ്ടി ആദ്യ മൊത്തം പരീക്ഷണം നടത്തി കഴിഞ്ഞു. അതെന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ഒരു പക്ഷേ ഈ ടൂർണമെൻറ്റിന് ശേഷം വിശകലനം ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ തന്നെ അറിയാമെങ്കിൽ പോലും ഈ ടൂർണമെൻറ്റിന് ശേഷം വിശകലനം ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ എന്തായാലും റൈറ്റ് ടൈമിൽ നല്ല തീരുമാനങ്ങൾ വരുന്നുണ്ട്, അത് സെറ്റാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ടീമിനെ അഴിച്ചു പണിയാൻ പോയാൽ ആരാധകർ കല്ലെടുക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. ഒട്ടേറെ പേര് ഈ വിമർശനങ്ങളും മറ്റുമൊക്കെ പറയുന്നുണ്ടായത്. ഇപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോമിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഒരുപാട് കളികൾ നമുക്ക് ഒരു നിരാശപ്പെടുത്തിയ പ്രകടനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫാഫ് ഡു പ്ലസിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മറ്റേ എതിർ ടീമിൻ്റെ തന്ത്രങ്ങളിൽ അവരുടെ കെണികളിൽ വീണ് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ അഭിഷേക് ശ്രമിക്കേണ്ടതുണ്ടെന്ന് ഫാഫ് ഡു പ്ലസി പറയുന്നുണ്ട്. അപ്പോൾ അതിന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ഇന്ന് അതിനു വേണ്ടിയുള്ള ഇന്നിങ്സ് കളിച്ചു. ആ ഒരു രീതിയിൽ അദ്ദേഹം ഇന്നൊരു 50 നേടുമ്പോൾ അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ സഞ്ജു കളിക്കുമ്പോൾ സഞ്ജുവും അഭിഷേകും നല്ലൊരു ഓപ്പണിങ്. സഞ്ജു നമ്മൾ പ്രതീക്ഷിച്ച റണ്ണിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചു ഒരു പക്ഷേ വലിയൊരു സ്കോറിലേക്ക് അദ്ദേഹം പോയി കൂടായികയില്ല എന്ന് പ്രതീക്ഷിച്ചു. എങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. പക്ഷേ 24 റൺസ് അദ്ദേഹം എടുത്തുവെങ്കിലും അത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ചിലപ്പോൾ അതിന് മുകളിലേക്ക് ഒരു 30+ എങ്കിലും ഇന്നെത്തിയിരുന്നെങ്കിൽ അത് അടുത്ത മത്സരം ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിന്നൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരുന്നു. ആ ഓപ്പണിംഗിൽ സഞ്ജുവിനോടൊപ്പം കളിക്കുമ്പോൾ അഭിഷേകിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അത് നന്നായി നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ സ്വാഭാവികമായിട്ടും അഭിഷേക് ആദ്യ പന്ത് ഫേസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച തുടക്കം ടീമിന് നൽകുക എന്നുള്ള പ്രഷറാണ്. സഞ്ജുവിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ തന്നെയാണ് ടീം ഉറ്റുനോക്കുന്നത്. അതുകൂടി ആയിരുന്നു ഒരു പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിൽ സമാനമായ സമ്മർദ്ദം സഞ്ജുവിനുണ്ട്. പക്ഷേ സഞ്ജുവിന്റെ സമീപനം അതാണ് നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയേണ്ടത്. സഞ്ജുവിന്റെ സമീപനത്തെ നമ്മൾ ഇന്ന് അത് ചിലപ്പോൾ ടീം ഏൽപ്പിച്ച ദൗത്യം തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹം അത് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ്. ഗ്രൗണ്ടിൽ ബാറ്റുമായി വന്ന അദ്ദേഹത്തിന്റെ ചുമതല എന്താണോ അത് പൊട്ടിത്തെറിക്കുന്നു, അത് ടീമിന് ഗുണകരമാകുന്നു എന്നുള്ളത്. പിന്നെ മറിച്ച് അഭിഷേക് ശർമ്മയുടെ ഇന്നത്തെ അദ്ദേഹം സ്വീകരിച്ച തന്ത്രം കൂടി നമ്മൾ കളത്തിൽ സ്വീകരിച്ച തന്ത്രം കൂടി എടുത്തുകളാം. സാധാരണ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം അദ്ദേഹം ഓഫ് സൈഡുകളിലാണ് അദ്ദേഹം കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഓഫ് സൈഡിലൊക്കെ കളിക്കുന്നു, കട്ടുകളും ഷോട്ട്സ് കവർ ഡ്രൈവുകളും ചെയ്ത് കളിക്കുന്നു, സ്കോർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ചാർട്ട് എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം കൂടുതൽ റൺ സ്കോർ ചെയ്തിരിക്കുന്നത് വി ഏരിയയിലേക്കാണ്. അതായത് ഏതാണ്ട് ഒരു മിഡ് വിക്കറ്റ് മുതൽ ഒരു കവർ വരെ വരുന്ന ഒരു ഏരിയ, ആ ഒരു വിക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കൂടുതൽ റൺസ് കളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് 22% ഷോട്ടുകൾ ഓഫ് സൈഡിലും ബാക്കിയുള്ളത് വന്നേക്കുന്നത് ലെഗ് സൈഡിലുമാണ്. അതായത് ലോങ് ഓണിനും ലോങ് ഓഫിനും ഇടയിലുള്ള ആ ഒരു ഏരിയയിലാണ് അദ്ദേഹം കൂടുതൽ റൺസ് സ്കോർ ചെയ്തേക്കുന്നുള്ളത്. അതായത് പന്തിനെ അതിൻ്റെ ലൈനിൽ കളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹം നേടിയിട്ടുള്ള സിക്സറുകൾ അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയുന്നത്. പിന്നെ തിലക് വർമ്മയുടെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്നും കുറച്ചുകൂടി കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ സ്ലോവർ ബോളുകളിൽ ഇന്ത്യക്ക് തളയ്ക്കാനായിട്ട് സിംബാബ്വെ ബോളർമാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം 18 ഓവറിലോ മറ്റോ ആണ് 19 ഓവറിലാണെന്ന് തോന്നുന്നു തിലക് വർമ്മ ഒരു സ്ലോവർ ബോൾ ഒരു 86 മീറ്റർ 6ലേക്ക് പായിക്കുന്നുണ്ട്. അതും ഏതാണ്ട് ഏറെക്കുറെ സ്ട്രെയിറ്റ് ആയിട്ടൊരു 6 വായിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണോ വീക്ക്നെസ്, കഴിഞ്ഞ കളിയിലൊക്കെ പറ്റിയിട്ടുള്ള വീക്ക്നെസ് എന്താണോ അതെല്ലാം കൃത്യമായിട്ട് ഇന്നത്തെ ബാറ്റിംഗ് നിര പരിഹരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ കുറേ കണക്കുകൾ ഈ മത്സരത്തിന് ശേഷം ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 5ാമത്തെ സ്കോറാണ് യഥാർത്ഥത്തിൽ T20 ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ. എന്നാൽ T20 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഇത് 1ാമത്തെ സ്കോറാണ്. ഇതിൽ ഈ ആദ്യത്തെ 5 സ്കോറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി 4ലും സഞ്ജു ഓപ്പണർ റോളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ കണക്കാണിത്.
ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ഏറ്റവും ഹൈ സ്കോർ 297 റൺസോ മറ്റോ. രണ്ടാമത് സൗത്ത് ആഫ്രിക്കയോ മറ്റോ ആണ്. പിന്നെ ന്യൂസിലാൻഡ് ഉണ്ട്, ശ്രീലങ്കയുണ്ട് ആ പട്ടികയിൽ. ഇപ്പോൾ സെഞ്ചുറി നേടിയ കളികളും അതെ സഞ്ജു സെഞ്ചുറി നേടിയ കളിയാണ് ഈ ബംഗ്ലാദേശിനെതിരെ. അന്ന് അഭിഷേക് പരാജയപ്പെട്ടിരുന്നു. ശ്രീലങ്കയ്ക്കെതിരെ ഒഴികെയുള്ള ബാക്കി എല്ലാ മത്സരത്തിലും സഞ്ജു ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ T20 ഹിസ്റ്ററിയിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ റോൾ എത്രയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണല്ലോ. രണ്ട്, വെസ്റ്റ് ഇൻഡീസിന് ഇപ്പോൾ നെറ്റ് റൺ റേറ്റിൻ്റെ കണക്കുകളെക്കുറിച്ച് നമ്മൾ ഈ മത്സരത്തിന് തൊട്ട് മുമ്പിരിക്കുന്ന സമയത്ത് അതായിരുന്നു, കണക്കുകളെ നോക്കിയിരിക്കുകയാണ് നമ്മൾ. ഇനി കണക്കുകൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കളി മുടക്കിയാലല്ലാതെ കളി മുടങ്ങിയാലല്ലാതെ, അതായത് നെറ്റ് റൺ റേറ്റ് എന്തായാലും നിർണായകമാകും എന്നുള്ളതാണ് ഇനി ഓപ്ഷൻ. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കായിരിക്കും ഇതിൽ എന്തായാലും മേൽക്കൈ എന്ന് തന്നെ ആയിരിക്കണം നമ്മുടെ വിലയിരുത്തൽ. ഇന്നത്തെ മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഘട്ടത്തിൽ 7 വിക്കറ്റൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവസാനത്തിൽ ആ ഷെഫേർഡും ഹോൾഡറും ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടാണ് അവർക്ക് പിന്നെ നല്ലൊരു മികച്ച സ്കോർ സമ്മാനിക്കുന്നത്. 7 മറ്റോ ആയിരുന്നു ആ ഘട്ടത്തിൽ 100 കടക്കുമോ എന്ന് ചിന്തിക്കുന്നില്ല. 150 റൺസ് എടുത്തു. അതെ, പക്ഷേ സൗത്ത് ആഫ്രിക്ക പിന്നെ വളരെ അനായാസം ചേസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യക്കും എനിക്ക് തോന്നുന്നു അത്ര വലിയ ബോളിംഗ് വെല്ലുവിളികളൊന്നും ഉയർത്താൻ കഴിയുന്നൊരു നിര അവർക്ക് ഇല്ലയെന്ന്. പക്ഷേ പറയാൻ കഴിയില്ല, ഹെഡ്മേയർ, റുദർഫോർഡ് അടക്കമുള്ള ഈ ടൂർണമെൻറ്റിൽ പല സമയങ്ങളിലായിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരുപടി മനുഷ്യന്മാർ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഈഡൻ ഗാർഡൻസ് ആണ് പിന്നെ ഗ്രൗണ്ട് നമുക്ക് സമീപകാലത്തൊക്കെ വലിയ ഞെട്ടിക്കലുകൾ തന്ന ഒരു ഗ്രൗണ്ടാണത്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കത്തിൽ ഒരു ടെസ്റ്റ് മത്സരമാണ് എന്ന് വെച്ചാൽ പോലും ഈഡൻ ഗാർഡൻസ് നമുക്ക് അങ്ങനെ കുറേ ഭയപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ തന്നൊരു മൈതാനമാണ്. ഒരിക്കലും വെസ്റ്റ് ഇൻഡീസിനെ പോലെ ഒരു ടീമിനെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. ഇംഗ്ലണ്ട് അടക്കമുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് ഇറ്റലിയും പിന്നെ അതുപോലെ തന്നെ നേപ്പാളൊക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വന്നവരാണ്. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കത്തിൽ ഒരു പരാജയം കൊണ്ട് നമുക്ക് അവരെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ഓരോ മത്സരവും വലിയ വെല്ലുവിളികൾ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് സൂപ്പർ 8 റൗണ്ട് ഒരു ലോകകപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരേ എതിരാളിയും ഇൻ കേസ് ഇനിയിപ്പോൾ നാളെ പറയാൻ പോകുന്നത് സിംബാബ്വെ ആയതുകൊണ്ട് നമ്മൾ ജയിച്ചതാണെന്ന്. പക്ഷേ അല്ല, സിംബാബ്വെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൗത്ത് ആഫ്രിക്ക തന്നെയാണ് അന്നത്തെ അവരുടെ എന്ന് നമ്മൾ കാണണം. അതാണ് എതിരാളിയെ സംബന്ധിച്ച് അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഒരു വെല്ലുവിളി ആകുമോ എന്ന് ചോദിച്ചാൽ സമീപകാലത്ത് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഇന്ത്യ കളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2020 ഒരു ടെസ്റ്റ് പരമ്പര കളിച്ചിരുന്നുവെങ്കിലും. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള അവരുടെ യുവനിരയെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഇനി ഉണ്ടാകണം. എങ്ങനെയാണ് അവർ ടീം പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ബിഗ് ഹിറ്റേഴ്സിൻ്റെ എല്ലാ കാലത്തും ഒരു ബിഗ് ഹിറ്റേഴ്സിൻ്റെ ടീമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് വെല്ലുവിളി ഇരുന്നത്. പക്ഷേ ഇന്ത്യ ഇന്ന് സാധിച്ചെടുത്ത പവർ പ്ലേയിൽ സിംബാബ്വെയെ വരിഞ്ഞ് കെട്ടിയിട്ടുള്ളൊരു ഒരു ബൗളിംഗ് പെർഫോമൻസ് കൂടി നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഹർഷദീപ് 3 വിക്കറ്റ് എടുക്കുന്നു. കൺട്രോൾ ചെയ്ത് ഹർദിക് പാണ്ഡ്യയും പിന്നെ ജസ്പ്രീത് ബുംറയെ ഇടയ്ക്കിടയ്ക്ക് സൂര്യകുമാർ യാദവ് പരീക്ഷിക്കുന്ന കാഴ്ച കണ്ടു. അതായത് ഓരോ ഓവറിലേക്ക് അദ്ദേഹത്തെ പരീക്ഷിക്കുന്ന ഒരു സ്പെല്ല് കൊടുക്കുന്ന കാഴ്ച കണ്ടു. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പക്ഷേ ഇന്ത്യക്ക് കുറച്ചുകൂടി വെല്ലുവിളിയാവുന്നത് അക്സർ പട്ടേലിൻ്റെയും വരുൺ ചക്രവർത്തിയുടെയും കാര്യത്തിലുണ്ടായിട്ടുള്ള കുറച്ച് പിഴവുകളാണ്. അവർ രണ്ടുപേരും 35ഓളം റൺസ് ഇന്ന് വിട്ടുകൊടുക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അക്കാര്യത്തിൽ ഇന്ത്യക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സ്പിന്നർമാരെ ഉപയോഗിച്ച് വെസ്റ്റ് ഇൻഡീസ് സാധാരണഗതിയിൽ സ്പിന്നർമാരെ ഉപയോഗിച്ച് വെസ്റ്റ് ഇൻഡീസിനെ പൂട്ടാൻ പറ്റും. പക്ഷേ ഈ ബിഗ് ഹിറ്റേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു ആശങ്ക ഉയർത്തുന്നൊരു കാര്യം. ഇതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നർമാരെയും നമ്മൾ നോക്കണം എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം പിന്നെ ഷായ് ഹോപ്പിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ റോസ്റ്റൻ ചേസ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു മത്സരത്തിൽ. അപ്പോൾ റോസ്റ്റൻ ചേസ് ഇന്ത്യക്കെതിരെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു ഓഫ് സ്പിൻ ഓപ്ഷനാണല്ലോ അവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇന്ത്യക്ക് വെല്ലുവിളിയാകുമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ് സ്റ്റേ ട്യൂൺഡ്, നിങ്ങൾ കാത്തിരിക്കൂ, റോസ്റ്റൻ ചേസ് വരും എന്ന രീതിയിൽ ഒരു വലിയ മുന്നറിയിപ്പ് പോലെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അടുത്ത മത്സരത്തിൽ നമ്മൾ കോമ്പിനേഷൻ മാറ്റുന്നു. ഇനി ഓപ്പണിംഗ് റോളിൽ അവർക്കൊരു ഓഫ് സ്പിന്നറേയും കൊണ്ടുവരാൻ പാകത്തിന് ഇന്ത്യ വിട്ടുകൊടുക്കില്ല. പക്ഷേ ലെഫ്റ്റ് ഹാൻഡർമാർ എപ്പോഴും പിന്നെ ക്രീസിൽ ഒരു ഇപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡർമാരാകാനുള്ള പോസിബിലിറ്റീസ് ഇനിയും ഇന്ത്യയിലുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും വന്ന സമയത്ത് 4-5 ഓവർ ഓഫ് സ്പിന്നർമാർ കളിയുടെ ഗതിക്കനുസരിച്ച് ടീമിൽ അപ്പ് ആൻഡ് ഡൗൺ. അതുകൊണ്ടാണ് സൂര്യകുമാർ യാദവിന് വരാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെ ഇന്ന് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഇഷാൻ വന്നു, അദ്ദേഹം കളിക്കുകയും ചെയ്തു എന്നുള്ളത്. പക്ഷേ ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ള ഈ ശുഭ്മാൻ ഗിൽ അടക്കം. ഇന്ന് അദ്ദേഹത്തിന് 9 പന്തോളം വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു ഓഫ് സ്പിന്നർക്കെതിരെ അഭിഷേക് ശർമ്മയ്ക്ക് ഒരു ബൗണ്ടറി നേടുന്നതിന് വേണ്ടിയിട്ട് 9 പന്തുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നത്തെ എടുത്തു. അത് ഓഫ് സ്പിന്നർമാരെ നേടുന്നതിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് വരുന്ന ഒരു സ്ട്രഗിളിനെ പറ്റിയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഇതേ ഘട്ടമെങ്കിൽ 2011 ലോകകപ്പിൽ ധോണി മുന്നോട്ട് ഇറങ്ങി വന്ന പോലെ ധൈര്യപൂർവ്വം സൂര്യകുമാർ യാദവ് വരിക, ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമല്ല. അദ്ദേഹം വലിയ സ്കോർ നേടുന്നില്ല. ഇതേപോലെ ഇന്ന് വരിക, ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിച്ചാൽ തന്നെ കളി മാറ്റിമറിക്കാൻ കഴിയും. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യും. സ്വാഭാവികമായിട്ട് 8ാമത് വരെ വരുന്ന ആൾക്കാർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ
ടോപ്പ് ഓർഡർ പൊട്ടിത്തെറിക്കുക തന്നെ വേണം. അത് ഇന്നത്തെ കളിയോട് കൂടി സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ ഘടകം എന്നുള്ളത്. മറുഭാഗത്തേക്ക് പോയാലേ ഈ ബെന്നറ്റിൻ്റെ കാര്യവും സിക്കന്ദർ റാസിൻ്റെ കാര്യം കൂടി നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. 3000 റൺസ് T20 3000 റൺസ് 100 വിക്കറ്റ് നേടുന്ന താരം രണ്ടാമത്തെ താരം മാത്രമായിരിക്കുകയാണ് സിക്കന്ദർ റാസ എന്ന് പറയുന്നത്. അതായത് ബെന്നറ്റ് ആകട്ടെ അദ്ദേഹത്തിന് 3 റൺസിനാണ് ഇന്നത്തെ ഒരു സെഞ്ചുറി, അർഹിച്ച സെഞ്ചുറിയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ മത്സരത്തിൽ ടോപ്പ് സ്കോർ ആവുക ബെന്നറ്റ് ആയിരിക്കും. എന്തായാലും അദ്ദേഹം പ്രതീക്ഷ കാത്തു. പ്രതീക്ഷ അഭിഷേകം മോശമാക്കിയെന്നല്ല, ബെന്നറ്റ് പ്രതീക്ഷ കാത്തു എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ കാത്തു. നന്നായിട്ട് ബോൾ ചെയ്യുമ്പോൾ ബെന്നറ്റ് അടിക്ക് ഒരു സെഞ്ചുറിയോളം പോകുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാന്ന് പിന്നെ ഇന്നത്തെ കളിയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നത്തെ കളിയിൽ ഒരു ഘട്ടത്തിൽ, അതായത് 9 മണിയോടുകൂടി, അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് അവസാനിച്ചതോടുകൂടി തന്നെ സിംബാബ്വെ മത്സരം വിട്ടതുപോലെയാണ് തോന്നി. കാരണം ഒരു ഘട്ടത്തിലും അവർ ജയിക്കണമെന്നുള്ളൊരു ഇൻറ്റൻറ്റോടുകൂടി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല കളി കണ്ട ഘട്ടങ്ങളിലൊന്നും. അതായത് പവർ പ്ലേയിൽ അവർക്ക് 48 റൺസോളം വന്നു എങ്കിൽ പോലും അതിനുശേഷം അവർ ഒരു വിക്കറ്റുകൾ ധാരാളം കയ്യിലിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു ആക്രമണത്തിന് മുതിർന്നില്ല എന്നുള്ളത്. വലിയ സ്കോർ പിന്തുടരുന്ന സാഹചര്യത്തിൽ പോലും 10 ഓവർ പിന്നിട്ട് കഴിഞ്ഞിട്ട് പോലും അവരൊന്ന് ഗിയർ മാറ്റാൻ ആക്സിലേറ്റർ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ സമീപനത്തിൽ വന്ന ആ പോരായ്മ എന്തുകൊണ്ടാണ് അവർക്ക് നേരത്തെ MSK കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവർക്ക് സൂപ്പർ 8 ഈ ലോകകപ്പിന് സൂപ്പർ 8 വന്നത് തന്നെ അവരെ സംബന്ധിച്ച് ബാക്കിയെല്ലാം ബോണസാണ് എന്നുള്ള ഒരു സമീപനത്തിലേക്ക് അവർ പോയി. അത് മാത്രമാണ് എനിക്ക് ആ ടീമിനെ കുറിച്ച് ഒരു പരാതിയായിട്ട് പറയാനുള്ളത്. ഇത്രയും മത്സരത്തിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ അവരുടെ ബൗളർമാർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്. അത് ശരിക്കും അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഈർപ്പം നിറഞ്ഞ ഒരു പിച്ചായിരിക്കും. മാത്രമല്ല നല്ല പച്ചപ്പുണ്ടായിരുന്നു, ക്ലോസ് കാണിക്കുമ്പോൾ നന്നായിട്ട് പച്ചപ്പുണ്ടായിരുന്നു. പക്ഷേ ചെപ്പോക്കിൽ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് മത്സരങ്ങളിൽ മുഴുവൻ ആദ്യം ബാറ്റ് ചെയ്ത ടീമുകളാണ് വിജയിച്ചിട്ടുള്ളത്. അതായിരിക്കും സിക്കന്ദർ റാസ എടുക്കാനുള്ള ഒരു കാരണം. എന്നാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അതാണ്. പിന്നെ അവരുടെ ബൗളർമാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും, ബാറ്റ്സ്മാർക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് എടുത്താൽ അത് കിട്ടുന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിര അതിന് ഒട്ടും സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, കളിക്കാത്തവരെല്ലാവരും കളിച്ചു എന്നുള്ള, കളിക്കാത്ത എല്ലാ താരങ്ങളും ഇന്ന് നന്നായിട്ട് കളിച്ചു. അത് എല്ലാവർക്കുമുള്ള ഒരു പ്രതീക്ഷയും. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു മത്സരം അത് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം അടുത്ത മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസാണ്. വലിയ ഒരു സമ്മർദ്ദങ്ങളുടെ ഒരു ആവശ്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നമ്മൾ വെസ്റ്റ് ഇൻഡീസാണ് നിസ്സാരപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് വലിയ സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാൻ നമുക്കിനി കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇന്ത്യൻ ടീമിന് ആശംസിക്കാൻ കഴിയുക. ഏതായാലും ഇന്നത്തെ ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.